ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 25 പ്രഭാതത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് നമ്മുടെ ഈ നോമ്പ് ദിവസങ്ങൾ, ഉപവാസ ദിവസങ്ങളൊക്കെ വ്യർത്ഥമായിട്ടാണോ അതോ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഒരു വേദഭാഗം തരുന്നുണ്ട്. നമുക്ക് ചേർന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 6, 7, 8, 9 തിരുവചനം ചേർന്ന് വായിക്കാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി ഇവരെന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അവഗണിച്ചുകൊണ്ട് ആണോ ജീവിക്കുന്നത്? അങ്ങനത്തെ ഒരു കൗശല സ്വഭാവം നമ്മളിൽ ഉണ്ടോ? അങ്ങനെ കൗശല സ്വഭാവത്തോടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവകൽപ്പനകൾ അവഗണിച്ചാണോ ഈ നോമ്പും ഈ ഉപവാസമൊക്കെ നടത്തുന്നത്? അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ നോമ്പ് ദിവസങ്ങളിൽ നമ്മളൊന്ന് ഒരു തിരിച്ചറിവിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ശരിക്കും മനുഷ്യരുടെ പ്രമാണവും മനുഷ്യർ പറയുന്ന കാര്യങ്ങൾക്കും അപ്പുറത്ത് തിരുവചനത്തെ ആഴത്തിൽ വായിച്ച് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയാനായിട്ട് ഏറെ സമയം, ഒരു അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടാവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അധരങ്ങൾ കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് മാത്രമുള്ളോ, അതോ നല്ലൊരു ആയുധമാണോ? സ്തുതിക്കുവാനും ആരാധിക്കുവാനും നല്ല ആയുധമായി നമ്മുടെ അധരങ്ങൾ മാറ്റപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വചനം ശ്രവിക്കുന്ന എല്ലാ മകനും മകൾക്കും പ്രാർത്ഥനയുടെ ചൈതന്യം, വിശ്വാസത്തിൻ്റെ മേലുള്ള ഒരു ചൈതന്യം, വചനത്തിൻ്റെ മേലുള്ള ഒരു അഭിഷേകം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.